ഹലോ, വെൽക്കം ടു മൈ ചാനൽ. നാളെ ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ, അപ്പോൾ കുഞ്ഞിനെ സ്കൂളിൽ വെച്ച് പോകാനായിട്ട് നല്ലൊരു ബ്രോച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അത് ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏതായിരിക്കും ഉണ്ടാക്കുക? ഫ്ലാഗിൻ്റെ ആയിരിക്കും ഉണ്ടാക്കുക അല്ലേ. അപ്പോൾ ഫ്ലാഗിൻ്റെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ബേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഹോം മെയ്ഡ് ക്ലേ വെച്ചിട്ടാണ് ഉണ്ടാക്കി വയ്ക്കുന്നത്. അപ്പോൾ എന്നാലും അത് നമുക്കത് ഡ്രൈ ആയാലാണ് നമുക്കതൊന്ന് പെയിൻ്റൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതേ നമ്മൾ ഓറഞ്ച് എടുത്തിട്ട് ഫസ്റ്റ് വന്നിട്ട് ഫസ്റ്റ് ഓറഞ്ച് ഷെയ്ഡ് ഒന്ന് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് നല്ല കളർ ഓറഞ്ച് ഡബിൾ കോട്ടാണ് ഞാൻ അടിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്കൂളിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ തന്നെ മേക്ക് ചെയ്യുമ്പോൾ അവർക്കൊരു സന്തോഷമാവും, നമുക്കൊരു സന്തോഷം. അത് കാണുമ്പോൾ അവർ ഇട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അതൊക്കെ വേറെ തന്നെയല്ലേ. അപ്പോൾ ഞാൻ മിക്കതും എല്ലാ സാധനങ്ങളും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. എനിക്ക് മാക്സിമം പറ്റുന്ന രീതിയിൽ ഞാൻ അവനെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ 2 ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നുമല്ല, എനിക്ക് ചെറിയൊരാൾ കൂടി ഉണ്ട്. ആൾ 1 years ആയിട്ടേ ഉള്ളൂ. അപ്പോൾ എന്നാലും ഇവനിടുന്നത് കാണുമ്പോൾ അവനും ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവനും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 2 ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി 3 ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, 1 ഫ്ലോപ്പായിപ്പോയി. അപ്പോൾ രണ്ടാമത്തെ ആണ് 2 ഉണ്ട് എൻ്റെ കയ്യിൽ. പിന്നെ അടുത്ത് വേണ്ടി നമുക്ക് ഗ്രീനാണ്. അപ്പോൾ ഗ്രീൻ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് ഡ്രൈ ആക്കി വെക്കണം. ഡ്രൈ ആവാനായിട്ട് നമ്മളൊന്ന് ടൈം കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് അവിടെ എല്ലായിടത്തും പരക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു, പെട്ടെന്ന് ഡ്രൈ ആവാത്തത് കൊണ്ട് എൻ്റെ കയ്യിൽ നിന്നൊക്കെ അങ്ങോട്ട് സൈഡിലേക്കൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വേറൊരാൾക്ക് മേക്ക് ചെയ്ത് കൊടുക്കാൻ, അത് സെയിൽ ചെയ്യാനൊക്കെ ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടി വരും. നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചിട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ അവനായതുകൊണ്ട് പിന്നെ തന്നെയല്ല, കുഞ്ഞ് ഉറങ്ങിക്കിടക്കുന്ന ടൈമിലാണ് ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് അവന് ഉണർന്നാലോ എന്നുള്ളൊരു ടെൻഷനും കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചത്. ഇങ്ങനെയൊരു ഐഡിയ ഒന്നും കയ്യിലില്ലായിരുന്നു. അപ്പോൾ ക്ലേ മേക്ക് ചെയ്ത ക്ലേ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ഇതുപോലെ നമുക്കൊന്ന് ഒരു റൗണ്ട് കൊടുക്കാം കേട്ടോ. ഫസ്റ്റത്തെ റൗണ്ട് ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ രണ്ടാമത്തെ ടിപ്പ് ചെയ്തപ്പോൾ അത് കൂടുതലായി പോയി, അതിൻ്റെ ഉള്ളിലേക്ക് വലിച്ച്. അപ്പോൾ പിന്നെ ഇങ്ങനെ ആയിപ്പോയി കേട്ടോ. അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക. റൗണ്ട് ചെയ്യാനുള്ള ഒരു ഈസി വേ ആയിരുന്നു ഞാൻ ട്രൈ ചെയ്തത്. നല്ല റൗണ്ടായിട്ട് വരയ്ക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അങ്ങനെ വരയ്ക്കുക. എൻ്റെ കയ്യിൽ അങ്ങനെയുള്ളതായിട്ടുള്ള പോയിൻ്റ് ബ്രഷ് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊരു മെത്തേഡ് യൂസ് ചെയ്തത്. ഇപ്പോൾ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുമെങ്കിൽ ബ്രഷൊക്കെ നല്ല തിന്നായിട്ടുള്ള ബ്രഷൊക്കെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു പെൻസിൽ വെച്ചിട്ടാണ് അത് റൗണ്ടൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അശോകചക്രം വരച്ചെടുത്തു. അപ്പോൾ ഇതൊന്ന് ട്രൈ ആക്കാൻ ഫസ്റ്റായിട്ടും വെക്കണം. എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ ഞാനതൊന്ന് തിരിച്ച് വെച്ച് പോയി. അപ്പോൾ അത് ആകെ പരന്ന പോലെയൊക്കെ ആയി കേട്ടോ. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ടൊന്ന് ചെയ്യാം. ഇങ്ങനെയൊക്കെ ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള അമ്മമാരൊക്കെ ഉണ്ടായിരിക്കും. അത് എത്ര പണി തിരക്കാണെങ്കിലും അവർക്ക് അത് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ടൈം കണ്ടെത്തും. അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ കേട്ടോ. അപ്പോൾ വീട്ടിൽ എത്ര തിരക്കുണ്ടെങ്കിലും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ കൂടി ആണെങ്കിലും നമുക്ക് ആഗ്രഹിച്ചൊരു കാര്യം അത് ചെയ്യണം എന്നാഗ്രഹിച്ച് ഞാനത് ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ആഗ്രഹിച്ചൊരു സംഭവമാണ് ഇത്. ഇതുപോലെ ഒരു പിന്ന് കൂടി നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഓൾറെഡി മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ച് വെച്ചൊരു ബ്രോച്ച് പിന്നാണ്. അത് നമുക്കൊരു നല്ല ഗ്ലൂ വെച്ചിട്ട്, അതായത് നല്ലൊരു ഗ്ലൂ തന്നെ നമ്മൾ അതിൽ യൂസ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ നമുക്കത് അതിൽ നിന്ന് വിട്ട് പോരും. അപ്പോൾ ഞാൻ എടുക്കുന്നത് 7000 എന്ന് പറഞ്ഞ ഗ്ലൂ ആണ്. അതെല്ലാവർക്കും അറിയാമായിരിക്കും. അത് ഇപ്പോൾ നല്ല ഫേമസ് ആയ ഗ്ലൂ ആണ്. ഇപ്പോൾ എല്ലാവരും മേക്ക് ചെയ്യാനും ജ്വല്ലറി മേക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഗ്ലൂ ആണ്. അപ്പോൾ നിങ്ങൾ അത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ, അല്ലെങ്കിൽ ഇതിനേക്കാളും സ്ട്രോങ് ആയിട്ട് ഗ്ലൂ ഉണ്ടാവുമായിരിക്കാം. പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണ്. അപ്പോൾ ഇത് എന്തായാലും അത്ര പെട്ടെന്നൊന്നും വിട്ട് പോരാനായിട്ട് യാതൊരു ചാൻസും ഇല്ല കണ്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഞാൻ അവിടെ വെച്ചപ്പോൾ തന്നെ ഒന്നും പരന്ന് പോയേക്കാം കേട്ടോ, ആകെ വൃത്തികേടായിട്ടുണ്ടായിരുന്നു. എന്നാലും ഇങ്ങനെയൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക കേട്ടോ.